അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി. കോളത്തൂർ ടി മുഹമ്മദ് മൗലവി എൻഡോമെന്റ് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന് സമ്മാനിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന എൻഡോമെന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന് കൈമാറി. കോളത്തൂർ ടി മുഹമ്മദ് മൗലവി എൻഡോമെന്റ് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന് സമ്മാനിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന എൻഡോമെന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന് കൈമാറി. ഈ വർത്താനൊന്നും വെറും എന്താ പറയുക, ബട്ടറല്ല, വെണ്ണിടലല്ല. ഈ പാണക്കാട് തങ്ങന്മാർ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന്, മുസ്ലിം സമുദായ കമ്മിറ്റി മീറ്റിങ്ങിൽ ആര് ഭരിച്ചതായാലും വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായാലും വിളിച്ചാൽ ഞാനവിടെ ഉണ്ട്. നമുക്കറിയാലോ, അവിടെ ഉണ്ടാവും. അല്ല അവിടെ വന്നിട്ട് ആ പ്രമേയത്തിന് എതിർക്കാനും ഇങ്ങോട്ടും ആക്കുന്നുണ്ടാവില്ല. പൊതുവെ എന്താണ് പൊതുവികാരം, എന്താണ് ആ വികാരത്തിനനുസരിച്ചിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. അത് യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യമായാലും ഉള്ള എല്ലാ കാര്യത്തിലും നമ്മൾ നിന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളൂ. ലീഗ് എന്ന് കുറച്ച് ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കൊടുക്കണം, അന്ന് MES കൂട്ടിക്കൊടുക്കും. അത് MESകാർക്ക് അറിയാതെ എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ത്രീ പ്രാതിനിധ്യം നിങ്ങൾ കൂട്ടണമെന്ന് ഞങ്ങളും കൂട്ടും. ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകും. മുസ്ലിം ലീഗ് നേതാവും മുൻ PSC അംഗവുമായിരുന്ന കോളത്തൂർ ടി മുഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥമുള്ള 6ാമത് എൻഡോമെന്റാണ് കൈമാറിയത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് അറിവിന്റെയും ശാക്തീകരണത്തിന്റെയും പുതിയ ചക്രവാളങ്ങൾ തീർത്ത ദീർഘദർശി എന്ന നിലയ്ക്കാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പരിഗണിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ KPA മജീദ് MLA അധ്യക്ഷത വഹിച്ചു. ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. MLAമാരായ P അബ്ദുൽ ഹമീദ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ, മാഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് എന്നിവർ സംബന്ധിച്ചു.